ഒരു ഡിസൈനിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലെയറുകൾ സെലക്ട് ചെയ്തിട്ട് വേണം അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്. ഇങ്ങനെ ലെയർ സെലക്ട് ചെയ്യുന്നത് ആ ലെയർ പാലറ്റിൽ ലെയറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്യുക. ഇത് കൂടാതെ ചിത്രത്തിൽ അത് സെലക്ട് ചെയ്യുന്നതിനായിട്ട് ചിത്രത്തിൽ കൺട്രോൾ കീ പിടിച്ചുകൊണ്ട് ആ ചിത്രത്തിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ലെയർ സെലക്ട് ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ലെയർ 1 ആണ്. ഈ ചിത്രം കിടക്കുന്നത് ലെയർ 0-ലാണ്. നമ്മളിവിടെ കൺട്രോൾ പിടിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ സെലക്ഷൻ ഇതിലേക്ക് മാറി വരുന്നത് കാണാം. അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മാറി വരുന്നത് കാണാം. എന്നാൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആവുമ്പോൾ ഇത്തരം ക്ലിക്കുകൾ കൊണ്ട് നമുക്ക് അത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്ന റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഈ ചിത്രം ഈ കാണുന്നത് ബാക്ക്ഗ്രൗണ്ട് ആണ്. നമ്മളിവിടെ കൺട്രോൾ പിടിച്ചുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ആവുന്നില്ല. മാത്രമല്ല ആദ്യത്തെ ലെയറിന്റെ സെലക്ഷൻ വിടുകയും പോകുന്നു എന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ഷൻ ഉണ്ട്. വീണ്ടും ബാക്ക്ഗ്രൗണ്ട് ലെയറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചിത്രത്തിൽ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ലെയറിന്റെ സെലക്ഷൻ പോകുന്നു എന്നതുകൂടി ശ്രദ്ധിക്കുക. ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയർ കിട്ടുന്നതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവിടെ നമുക്ക് ലഭിക്കുന്നതാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ ഇവിടെ മൂവ്മെന്റ് ഫുള്ളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ബൈ ഡിഫോൾട്ട് ആയിട്ട് അൺചെക്ക് ചെയ്തിട്ടാണ് കിടക്കുന്നുണ്ടാവുക. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പ് എന്നുള്ളത് മാറ്റി ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഓരോ ലെയറിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, സെലക്ട് ചെയ്തു. ഒരു തവണ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നോക്കുക, കണ്ടോ, സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ബാക്ക്ഗ്രൗണ്ട് ലെയറിന് ഈ പറഞ്ഞതും ഓട്ടോ സെലക്ഷനിൽ പെടുന്നതല്ല, കാരണം ലോക്ക് ചെയ്തെടുക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ ഇത് ലോക്ക് അല്ലാത്ത അവസ്ഥയിൽ ഈ പറഞ്ഞ പോലെ ഓട്ടോ സെലക്ട് ഓൺ ആണെങ്കിൽ നമുക്ക് ഏത് ലെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ലെയർ സെലക്ട് ചെയ്തിരിക്കും. പക്ഷേ നോർമലി സാധാരണഗതിയിലുള്ള ഉപയോഗത്തിന് ഈ ഓട്ടോ സെലക്ട് ലെയർ എന്നുള്ളത് നമുക്ക് ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇത് ഓട്ടോ സെലക്ട് ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. കീബോർഡിൽ കൺട്രോൾ പിടിച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സെലക്ഷൻ സ്വീകരിക്കാറ്. ആക്റ്റീവ് ആയിരിക്കുന്ന ലെയറിനെ കുറിച്ചിട്ടുള്ള വിവരം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ലെയർ 1 ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ലെയർ 0 എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് ലെയറിന്റെ പേര് മാറ്റത്തിലൂടെ നമുക്ക് ഇത് വ്യക്തമായി ഏത് ലെയറിലാണ് നമ്മുടെ സെലക്ഷൻ ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പരീക്ഷിച്ച് നോക്കുക.